ഇന്നാണെങ്കിൽ പിള്ളേർക്ക് സ്കൂളുള്ളൊരു ദിവസമാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള ദിവസമാണ്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയാണ് കേട്ടോ. കടലക്കറി ഞാൻ തേങ്ങ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കിയത്. എനിക്ക് തേങ്ങ അരക്കാതെ ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. ഇടയ്ക്ക് ഞാൻ തേങ്ങ അരക്കാതെ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഈ അപ്പം തേങ്ങ അരക്കാതായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേരല്ല, ഒരാൾ 2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങ അരക്കാതെ അപ്പോൾ ഉണ്ടാക്കി ചോദിച്ചു. കാരണം നമ്മൾ നാട് വിട്ടിട്ട് വേറൊരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവിടെ തേങ്ങ ഉണ്ടാവില്ല ചിലപ്പോൾ, അല്ലെങ്കിൽ തേങ്ങയ്ക്ക് നല്ല റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എളുപ്പപ്പണിയൊക്കെ ചെയ്യണം കേട്ടോ. നമ്മളല്ല, ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവലിട്ടിട്ടും തേങ്ങ അരക്കാതെ ചോറൊക്കെ ഇട്ടിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കണത് കേട്ടോ. അങ്ങനെ നൈനുവിനെ പറഞ്ഞു വിട്ടു. നൈനുവിനാണെങ്കിൽ ഇന്ന് എക്സാമാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ തലേ ദിവസം പഠിച്ചതൊക്കെ ഒന്ന് വായിച്ചു നോക്കും കേട്ടോ. നമ്മളെല്ലാം അവൾ വായിച്ചു നോക്കും, ഞാൻ വായിപ്പിക്കും. അത് കഴിഞ്ഞ് നൈഹുക്കുട്ടീനെ റെഡിയാക്കണം. ഇന്നാണെങ്കിൽ അവൾക്ക് സ്പോർട്സ് ഡേ ആണ്. അതിൽ വെൽക്കം ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ, കുറേ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ. അപ്പോൾ നല്ല മേക്കപ്പൊക്കെ ചെയ്ത് പോകണം. ഇന്നലെ ആണെങ്കിൽ മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം മേക്കപ്പ് ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട്. ഇന്നാണെങ്കിൽ ഞാൻ നേരെ ഓപ്പോസിറ്റുള്ള നമ്മുടെ അഞ്ജുവിനെയും കൊണ്ട് മേക്കപ്പ് ചെയ്ത് വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടാക്കി അവളെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് പെട്ടെന്ന് ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ സ്കൂളിൽ പോയി 10 മണിയായപ്പം. നല്ല വെയിലുള്ളതുകൊണ്ട് തണുപ്പുണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഒരു കൂട്ടത്തിൽ നൈഹു എവിടെയോ നിന്ന് ഡാൻസ് കളിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിലാണ് ആ റെഡ് കളർ എവിടെയോ ആണ്, ഞാൻ കണ്ടില്ല. ഞാൻ കുറച്ച് അകലെയായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് വയ്യാതായി. എനിക്ക് പിന്നെയും പനി കൂടിയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, ആ വെയിലത്തൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ ചുക്ക് കാപ്പി ഒന്നിട്ട് കുടിച്ചു. ഞാനും നൈഹുവും കൂടിയിട്ട് അവിടെ ബാൽക്കണിയിലൊക്കെ പോയി ഇരുന്ന് കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് നൈഹു അവിടെ ഡാൻസ് കളിച്ചത് എന്നെ കാണിച്ചു തരികയാണ് കേട്ടോ. ഇതേപോലെ കളിച്ചു വേണ്ടിയിട്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കഴിയാറായി. അപ്പോൾ ശരി.